മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമായിരുന്നു നടൻ കലാഭവൻ നവാസ്. അതുപോലെ മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളുമായിരുന്നു കലാഭവൻ നവാസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നടിയുമായ രഹനയും. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഹൃദയാഘാതത്തെ തുടർന്ന് കലാഭവൻ നവാസ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കടുത്ത മാനസിക പ്രയാസങ്ങളിലൂടെയാണ് ഭാര്യയായ രഹന കടന്നുപോയത്. തൻ്റെ ഭർത്താവില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ഒരിക്കൽ പോലും രഹന സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഭർത്താവില്ലെങ്കിൽ ഈ ലോകത്ത് തനിക്ക് ജീവിച്ചിരിക്കാൻ താല്പര്യമില്ല എന്നുവരെ രഹന പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം മക്കൾക്ക് വേണ്ടി ജീവിതം വീണ്ടും പടുത്തുയർത്തുകയായിരുന്നു ഇപ്പോൾ രഹന. എല്ലാത്തിനും ഭർത്താവ് നവാസ് രഹനയുടെ സഹായത്തിനായി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നവാസിൻ്റെ വേർപാട് അത്ര പെട്ടെന്നൊന്നും രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്താണ് രഹന പുതിയ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത്. രഹന ഇപ്പോൾ രഹനയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഒരു വലിയ സന്തോഷ വാർത്ത തന്നെയാണ്. സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ രഹനയുടെയും കുടുംബത്തിൻ്റെയും വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രേക്ഷകർക്കിടയിലേക്ക് നവാസിൻ്റെ കുടുംബത്തിൽ നിന്നും ഇങ്ങനൊരു സന്തോഷ വാർത്ത പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും ഇത് ഏറ്റെടുത്തു. നടി സംയുക്ത വർമ്മയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് പിന്നാലെയാണ് രഹനയുടെ ഈ ഒരു സന്തോഷം മലയാളികൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. നടി രഹന ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുത്ത് ആശംസകൾ അറിയിച്ചും എത്തിയത്. രഹന നവാസ് പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഹാൻഡ് എംബ്രോയിഡറി ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് രഹന. രഹന തന്നെയാണ് ഇതിൻ്റെ ഓണറും. രഹനാസ് ഡിസൈൻസ് എന്നാണ് ഈ ഒരു പദ്ധതിക്ക് അവർ പേര് നൽകിയിരിക്കുന്നത്. 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും ഇത്. ഓരോന്നായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും പഠിപ്പിച്ചു നൽകുക. ഈ ഒരു വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് എൻഗേജിങ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത്. പ്രത്യേക ചാറ്റ് ഗ്രൂപ്പുകളും രഹന ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ഹാൻഡ് എംബ്രോയിഡറി ബേസിക് മുതൽ പഠിച്ചെടുക്കാൻ കഴിയും. രഹന തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് സംയുക്ത വർമ്മയും തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. രഹന ഒരു പുതിയ തുടക്കത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും പങ്കുവച്ചുകൊണ്ടും എത്തിയത്. നിരവധി ആരാധകരാണ് രഹനയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം രഹനയെ പൊതുവേദികളിലൊന്നും കണ്ടിട്ടേ ഇല്ലായിരുന്നു. ആ സമയത്ത് ഈ ഒരു വാർത്ത എല്ലാവർക്കും വലിയ സന്തോഷം നൽകി. എല്ലാവർക്കും വലിയ ദുഃഖമായിരുന്നു രഹനയെ പുറത്തു കാണാൻ സാധിക്കാത്തത്. അതുപോലെ പ്രകമ്പനം എന്ന നവാസിൻ്റെ അവസാന ചിത്രം റിലീസ് ചെയ്ത സമയത്ത് രഹന ആ ഒരു ഫിലിം കാണാൻ പോയിരുന്നു. എന്നാൽ രഹനയെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് വിഷമമായി. ആ ഒരു സമയത്തുള്ള വാർത്തകളെല്ലാം തന്നെ വലിയ രീതിയിലായിരുന്നു ചർച്ചയായിരുന്നത്. കാരണം ഇപ്പോൾ ഇത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് രഹന. അതുതന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരും ഏറ്റെടുത്ത് നിരവധി പേരാണ് രഹനയ്ക്കും മക്കൾക്കും ഇപ്പോൾ ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുന്നത്. ഇത് വളരെ മികച്ചൊരു തീരുമാനമാണെന്നും മക്കൾക്ക് വേണ്ടി മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് തന്നെ എല്ലാം മറന്ന് സമാധാനമായി ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രഹനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്നാണ് പല പ്രേക്ഷകരും രഹനയ്ക്കും കുടുംബത്തിനും ആശംസകൾ നേർന്നിരിക്കുന്നത്.